ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം ഉള്ളത് SYS സംസ്ഥാന സെക്രട്ടറി ശ്രീ മുസ്തഫ മുണ്ടുപാറയാണ്. നമുക്ക് സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്രീ മുസ്തഫ മുണ്ടുപാറ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങയെ സംബന്ധിച്ചും അതേപോലെ തന്നെ സമസ്തയൊക്കെ സംബന്ധിച്ചും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയമാണ്. കഴിഞ്ഞ 100 വർഷമായിട്ടൊരു സംഘടന, ഒരു മതസംഘടന ഈ നാട്ടിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഈ നാടിൻ്റെ മുന്നോട്ട് പോക്കിലും അത് ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഒരു 100 വർഷത്തിലേക്ക് ഒരു സംഘടന എത്തുമ്പോൾ അതിൻ്റെ ഭാരവാഹികളിൽ ഒരാൾ എന്നുള്ള നിലയിൽ. 100 വർഷം പൂർത്തിയായി 101ലേക്ക് പ്രവേശിക്കുകയാണ്. കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം അവരുടെ ജീവിതത്തിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ ഒരു പ്രസ്ഥാനം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഒന്ന്, മതകീയമായ കാര്യങ്ങളിൽ ഈ സമുദായത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ചുകൊണ്ട് നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഒരു പൊതു സമൂഹത്തിനോടൊപ്പം എങ്ങനെ ഒരു ഇസ്ലാമിക ന്യൂനപക്ഷ വിഭാഗം എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു സമസ്തയുള്ള ജമിയത്തുൽ ഉലമ. ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാവണം പെരുമാറേണ്ടതെന്നും എങ്ങനെയാവണം മുന്നോട്ട് പോകേണ്ടതെന്നും മറ്റുള്ളവരോട് എങ്ങനെ സമീപനം സ്വീകരിക്കണമെന്നും ജനാധിപത്യ സംവിധാനത്തിൽ എவ்விதമാകണം ഒരു മതസംഘടനയുടെ പ്രവർത്തനമെന്നും കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു സമസ്തയുള്ള ജമിയത്തുൽ ഉലമ. അതോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസത്തിനാവശ്യമായ കൃത്യമായ നിർദ്ദേശങ്ങൾ അത് കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ 5ാമത്തെ വയസ്സിൽ തന്നെ തുടങ്ങുന്ന മതവിദ്യാഭ്യാസ പ്രവർത്തനം അങ്ങനെ സംസ്ഥാനത്തിന് പുറത്തുമായി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇന്ന് ഏകദേശം 10-15,000-ഓളം വരുന്ന മദ്രസകളുള്ള വിപുലമായ ഒരു വിദ്യാഭ്യാസ സംവിധാനമായി സമസ്തയുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നില്ല ഉന്നത പഠനത്തിന് വേണ്ടി നിരവധി കോളേജുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഭൗതിക രംഗത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സ്കൂളുകൾ മുതൽ കോളേജുകൾ വരെയുള്ള സംവിധാനവും സമസ്തയുടെ കീഴിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിനും തുല്യമായ പരിഗണന നൽകിക്കൊണ്ട് ഈ ഉമ്മത്തിന് വളർച്ചയുടെ പടവുകൾ കയറ്റിയതിൽ ഏറ്റവും ശ്രദ്ധേയമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് സമസ്തയുള്ള ജമിയത്തുൽ ഉലമ. അതോടൊപ്പം തന്നെ രാജ്യത്തെ ഭരണ സംവിധാനത്തോട് എങ്ങനെയാവണം, ഭരണകൂടത്തോട് എങ്ങനെ പെരുമാറണം, ഭരണകൂടത്തോടുള്ള സമീപനം എന്ത് എന്നും ഈ ഉമ്മത്തിനെ കൃത്യമായി പഠിപ്പിക്കാൻ സമസ്തയുള്ള ജമിയത്തുൽ ഉലമക്ക് സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിമിതമായ സമയം കൊണ്ട് കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു നൂറ്റാണ്ട് കൊണ്ട് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സമുദായത്തിലെയും സിംഹഭാഗത്തിൻ്റെ മതകീയമായ അവരുടെ ഭൗതികമായ ജീവിതത്തിൽ വരെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവയെ നിർണ്ണയിക്കപ്പെടുന്ന വിധത്തിലേക്ക് സമസ്തക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായി സമസ്ത നിർവഹിച്ച ദൗത്യമെന്ന് പറയുന്നത് ഒന്ന്, വിശ്വാസപരമായ കാര്യങ്ങളിലെ കണിശതയാണ്. അതായത് ഒരു മുസ്ലിം സമുദായം എന്ന നിലയ്ക്ക് അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഭൗതിക ജീവിതം മാത്രമല്ല, പാരത്രിക ജീവിതമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ആ പാരത്രിക ജീവിതത്തിലേക്ക് ആവശ്യമായ നന്മകളും സനാതന ധർമ്മങ്ങളും പാലിച്ചുകൊണ്ട് ഭൗതിക ലോകത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൃത്യമായി സമുദായത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആദർശത്തിന് 1ാം സ്ഥാനമാണ് സമസ്തയുള്ള ജമിയത്തുൽ ഉലമ നൽകുന്നത്. അതായത് വിശ്വാസ സംരക്ഷണം. സമസ്തയുടെ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ 1926 ജനുവരി 26-ന് ജൂൺ 26-നാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് സമസ്തയുള്ള ജമിയത്തുൽ ഉലമ രൂപപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഭരണഘടന തയ്യാറാക്കി. ആ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ അതിൽ 5 ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമസ്തയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ 5 ലക്ഷ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിലേറ്റവും പരമപ്രധാനമായ ഒന്നാമത് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിശ്വാസ സംരക്ഷണമാണ്. ആ വിശ്വാസ സംരക്ഷണമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. കാരണം ഭൗതിക ലോകത്തെ ജീവിതമല്ല, പാരത്രികമായ ഒരു ജീവിതമുണ്ട് എന്നും ആ പാരത്രിക ജീവിതമാണ് ശാശ്വതമെന്നും ഉത്തമ ബോധ്യമുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതിക ലോകത്തെ ജീവിതത്തോടൊപ്പം പാരത്രികം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിശ്വാസ സംരക്ഷണമാണ് പരമപ്രധാനമായി ഒന്നാമതായി ഈ ലക്ഷ്യത്തിൽ എഴുതി ചേർത്തിട്ടുള്ളത്. രണ്ടാമതായി സമസ്ത ഉന്നയിക്കുന്നത് ഒന്ന്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന സുന്നി ധാരയാണ് യഥാർത്ഥ ഇസ്ലാം. അത് കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയതും അങ്ങനെ തന്നെയാണ്. സുന്നി ധാരയാണ് യഥാർത്ഥ ഇസ്ലാം, അതായത് സൂഫി ധാര. ആ സൂഫി ധാരയിലൂടെ
ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനിടയിലാണ് 1920-കളിൽ പുതിയ ചില ചിന്താഗതികൾ നമ്മുടെ കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ഇസ്ലാം കേരളത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും 14 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യമുണ്ടെങ്കിൽ തന്നെയും ഇടക്കാലത്ത് കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് മുസ്ലിങ്ങൾക്കിടയിലേക്ക് പുതിയ വാദവുമായി ഈ പറഞ്ഞ ബിദ്അത്തിൻ്റെ കക്ഷികൾ എന്ന് പറയും. സാങ്കേതികമായി അവരങ്ങനെയാണ് പറയാറുള്ളത്. പുതിയ വാദങ്ങളുമായി കടന്നു വന്ന മുജാഹിദ് പ്രസ്ഥാനം വരുന്നത് അത് 1920-കളിലാണ്. അവർ ഐക്യസംഘം എന്ന പേരിൽ ആ സംവിധാനവുമായി കടന്നു വരികയും സമുദായത്തിനകത്ത് ഇക്കാലം അത്രയും വിശ്വസിച്ച് പോകുന്ന ആശയങ്ങളും ആദർശങ്ങളും നിലപാടുകളും അത് ശരിയല്ലെന്ന വാദം ഉന്നയിക്കുകയും സമുദായത്തിനകത്തേക്ക് പുതിയ പുതിയ ചില ചിന്തകൾ കൊണ്ടുവരികയും വിശ്വാസത്തിൽ വെള്ളം ചേർക്കുകയും അതിനെ അവർക്ക് തോന്നിയ വിധത്തിൽ അതിനെ വക്രീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായപ്പോഴാണ് 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് പ്രമുഖരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപം നൽകുന്നത്. അങ്ങനെ ആ വിശ്വാസ സംരക്ഷണം ഒന്നാമത് കൊടുക്കുമ്പോൾ തന്നെ രണ്ടാമത് ഈ പുതിയ വാദവുമായി കടന്നു വന്ന ആളുകൾ മുജാഹിദ് പ്രസ്ഥാനം എന്ന് നമുക്ക് പറയാം. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയും ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്ത് എന്നൊരു സംവിധാനമുണ്ട്, അതും അതിൻ്റെ ഭാഗം തന്നെയാണ്. വിശ്വാസത്തിൽ വികലതയുണ്ടാക്കി വെള്ളം ചേർത്തുകൊണ്ട് വക്രീകരിച്ചുകൊണ്ടുള്ള സമീപനമായിരുന്നു ഈ പറഞ്ഞ ബിദ്അത്തിൻ്റെ ആളുകൾ തുടക്കകാലത്ത് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിങ്ങൾ തെറ്റായ വഴിയിലേക്ക് പോകാനുള്ള സാധ്യത കണ്ടപ്പോൾ അതിൽ പുതിയ വാദങ്ങൾ വന്നപ്പോൾ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ അവർ കൊണ്ടുവന്നപ്പോൾ മുൻകാലങ്ങളിലെ ആളുകൾ ഇവിടെ നിർവഹിച്ചു പോകുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഈ സമുദായത്തിലെ മുസ്ലിം ഉമ്മത്തിനെ നേർവഴിയിൽ നയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് അന്ന് രൂപം കൊടുക്കുന്നത്. രണ്ടാമത്തെ ലക്ഷ്യത്തിൽ പറയുന്നത് ചോദിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറി സംസാരിച്ചത്. കാരണം സമയപരിമിതി കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം സമസ്തയിലെ പിളർപ്പിൽ കാന്തപുരം വിതുമ്പുന്നത് നമ്മൾ കണ്ടായിരുന്നു. ശരിക്കും ഈ സമസ്തകളെ തമ്മിൽ തെറ്റിക്കാൻ ബോധപൂർവം എന്തെങ്കിലും ശ്രമം ഉണ്ടായോ? ഈ സമസ്ത ഐക്യം എന്ന ആശയം അത് നേരത്തെ പല വട്ടങ്ങളിൽ ഉണ്ടായി, പക്ഷേ എന്തൊക്കെയോ കൊണ്ടത് വീണ്ടും വീണ്ടും ഭിന്നിച്ചു പോകുന്നതാണ് കണ്ടത്. ഈ ഐക്യം എന്ന് പറയുന്ന ഒരു ആശയത്തിന് കാന്തപുരത്തിന്റെ കണ്ണീർ ശക്തി പകരുമോ? ശ്രീ മുസ്തഫ മുണ്ടുപാറ. തീർച്ചയായും കാന്തപുരം ഉസ്താദ് മാത്രമല്ല, ഇരുപക്ഷത്തെയും പണ്ഡിതന്മാർ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് രണ്ട് സുന്നികളും തമ്മിൽ യോജിച്ച് മുന്നോട്ട് പോകണമെന്നത്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് ഇതൊരിക്കലും ഒന്നിച്ചു പോകാൻ പാടില്ല എന്നാണ്. ബിദ്അത്തിൻ്റെ പ്രസ്ഥാനവും വിധികളായ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളും ഇത് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവർ ഒന്നിച്ചു പോകാൻ പാടില്ല എന്ന്. ചില രാഷ്ട്രീയക്കാരുടെ താല്പര്യം ഇതിൻ്റെ പുറകിലുണ്ട്, ഇത് ഒന്നിച്ചു പോകാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇരുഭാഗത്തെയും സുന്നികളുടെ നേതൃത്വം ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നമാണ് രണ്ട് സുന്നികളും ഒന്നിക്കണം, ലയിക്കണം, അവർ ഒരുമിച്ച് പോകണം, ഒരേ സംവിധാനത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും കാന്തപുരം ഉസ്താദിൻ്റെ ഇന്നലത്തെ അത് നമ്മളെയൊക്കെ വളരെയേറെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മാനസികമായ ആ താല്പര്യം. അത് മാത്രമല്ല ശംസുൽ ഉലമായി, അതായത് അതിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറയുന്ന രണ്ടാമത്തെ ഒരു നാമമുണ്ട്, ശംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ. മഹാനവറുകളുടെ അന്ത്യാഭിലാഷമായിരുന്നു ഈ രണ്ട് സുന്നികളും യോജിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോകണമെന്നത്. ചില പ്രത്യേക സാഹചര്യത്തിൽ അകന്നു പോയി രണ്ട് സംഘടനയായി പ്രവർത്തിക്കേണ്ടി വന്നു. അതിൻ്റെ പിന്നിൽ ചില തൽപര കക്ഷികൾ പ്രവർത്തിച്ചിട്ടുണ്ട്, അന്ന് മുതലേ പ്രവർത്തിച്ചിട്ടുണ്ട്. സമസ്തയുടെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കൃത്യമായി ചില അജണ്ടകൾ വെച്ചുകൊണ്ട് ചില കറുത്ത ശക്തികൾ പതിറ്റാണ്ടുകളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെട്ട ഉടനെ തന്നെ സമസ്ത രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ലീഗ് അനുകൂലമല്ല എന്നൊരു ആരോപണമുണ്ടല്ലോ, ഈ ആരോപണങ്ങൾക്ക് എന്തെങ്കിലും വസ്തുതയുണ്ടോ? ലീഗ് ഔദ്യോഗിക തലത്തിൽ അങ്ങനെ തീരുമാനമെടുത്തതായി നമുക്കറിയില്ല. എങ്കിൽ തന്നെയും ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം ഇതിൻ്റെ ഒക്കെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അങ്ങനെ ശ്രമം നടന്നിരുന്നു. ഇരു സുന്നികളും യോജിച്ച് മുന്നോട്ട് പോകാൻ വേണ്ട ഒരു ശ്രമം നടന്നെങ്കിലും ഇടക്കാലത്ത് വെച്ചുകൊണ്ട് അത് ഇല്ലാതായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ചില താല്പര്യക്കാർ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്, ചില ബാഹ്യശക്തികൾ. ഇന്നലെ കാന്തപുരം ഉസ്താദ് അത് സൂചിപ്പിക്കുകയുണ്ടായി. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സമസ്ത ശാക്തീകരിക്കപ്പെടാൻ എന്ന് ശ്രമം നടത്തിയിട്ടുണ്ടോ, സുന്നികൾ
ശാക്തീകരിക്കപ്പെടാൻ എന്ന് ശ്രമം നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ അതിനടങ്കോലിട്ടുകൊണ്ട് ചില കറുത്ത ശക്തികൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സമസ്ത എന്ത് മുന്നോട്ടുള്ള പ്രയാണം നടത്തുമ്പോഴും അതിനൊക്കെ ഉടക്ക് വെക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ സുപ്രഭാതം വന്നപ്പോൾ അതിനെ തകർക്കാൻ വേണ്ട ശ്രമം നടന്നു. എന്താ, സമസ്തയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന കറുത്ത ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുന്നികൾക്ക് യോജിക്കാൻ കഴിയാതെ പോയത്. വലിയ നീക്കം നടത്തിയിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അത് ഏറെക്കുറെ യോജിപ്പിൻ്റെ സാധ്യതയിലേക്ക് എത്തിയിടത്താണ് അതിന് ഇടങ്കോലിടുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഇപ്പോൾ ബഹുമാനപ്പെട്ട കുമ്പോൽ തങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഉത്തമ പ്രതീക്ഷയിലാണ്. കാരണം കുമ്പോൽ തങ്ങൾ എന്ന് പറയുന്ന മഹാനായ വലിയൊരു സയ്യിദാണ്. അദ്ദേഹം കാസർഗോഡ് നമ്മുടെ വടക്കൻ ഭാഗത്തെ വലിയ എല്ലാവരും അംഗീകരിക്കുന്ന, ഇരുഭാഗം സുന്നികളും അംഗീകരിക്കപ്പെടുന്ന പ്രമുഖനായ ഒരു സയ്യിദാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ നേതൃത്വം നടക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ആ സുന്നി ഐക്യം എന്ന ആശയം പൂവണിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ മുസ്തഫ മുണ്ടപ്പാറ, ഇപ്പം മുസ്ലിം മതത്തിന് വേണ്ടി അല്ലെങ്കിൽ മതത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ സമസ്തയുടെ ഭാഗത്തു നിന്ന് വരുമ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു പിന്തിരിപ്പൻ നിലപാടാണ് സമസ്ത പിന്തുടരുന്നത് എന്നൊരു വിമർശനം സമൂഹത്തിൽ ചില വിഭാഗങ്ങളിൽ നിന്നുണ്ട്. ശരിക്കും സ്ത്രീകൾ പൊതുസമൂഹത്തിലേക്ക് വരുന്നതിൽ എന്താണ് സമസ്തയുടെ നിലപാട്? അത് തെറ്റായ ഒരു പ്രചരണമാണ്. തൽപര കക്ഷികൾ പുറത്തുവിടുന്ന ഒരു പ്രചരണമാണ്. പിന്നെ സ്ത്രീ വിരുദ്ധമാണ് സുന്നികൾ എന്ന് പറയുന്നത്. സുന്നികൾ എക്കാലത്തും സ്ത്രീകൾ എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായി. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കുറച്ച് കണിശമായ സമീപനം ഈ സുന്നികൾ പുലർത്താറുണ്ട് എന്നതൊഴിച്ചാൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിനോ അല്ലെങ്കിൽ അവരുടെ പുരോഗതിക്കോ വിരുദ്ധമായ ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. അത് ആക്ഷേപിക്കപ്പെടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കക്ഷികളുടെയൊക്കെ ഒരു ആരോപണം അത് പൊതുസമൂഹത്തിന് ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി അവർ നടത്തുന്ന ആരോപണമാണ്. ഇപ്പം നമുക്കറിയാലോ, സമസ്ത ജമിയത്തുൽ ഉലമയുടെ കീഴിൽ നിരവധി വനിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. സ്ത്രീകൾക്ക് പഠിക്കാൻ വേണ്ടി അത് മതമേഖലയിലുണ്ട്, ഭൗതിക മേഖലയിലുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് അർഹമായ പരിഗണന എല്ലാ അർത്ഥത്തിലും സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ശത്രുക്കളുടെ ഒരു പ്രചരണമാണ് സാധാരണഗതിയിൽ. അത് നമ്മുടെ മാധ്യമ പ്രവർത്തകരും അതിൽ വശംവദരായി പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ ആരോപണം പൂർണ്ണമായും അസത്യമാണ്. സ്ത്രീകൾക്ക് എല്ലാ വിധത്തിലുള്ള പരിഗണനയും കൊടുത്തിട്ട് അതേസമയത്ത് സ്ത്രീകൾ എന്ന് പറയുന്നത് പിന്നെ പ്രകൃതിപരമായി തന്നെ പ്രത്യേകത ഉള്ള വിഭാഗമാണ്. പുരുഷന്മാരെ പോലെയല്ല. അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാൽ തന്നെയും ആ സ്ത്രീത്വം എന്നതിനെ മാനിക്കപ്പെടണം, അതിനെ സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അല്ലെ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് കൃത്യമായ സൂക്ഷ്മത വേണം എന്നൊരു നിലപാട് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ സ്വീകരിക്കാറുണ്ട്, നിർദ്ദേശം നൽകാറുണ്ട്. അത് സ്ത്രീകൾക്കെതിരല്ല, പുരോഗമനത്തിനെതിരല്ല, അവരുടെ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കുകയല്ല, അവരെ എല്ലാ അർത്ഥത്തിലും അവർ സുരക്ഷിതരായി മുന്നോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് സുന്നികൾ ആഗ്രഹിക്കുന്നതും അതിൻ്റെ പ്രവർത്തനം നടക്കും. അതിൻ്റെ ഉത്തമ തെളിവാണ് നമ്മുടെ സ്ഥാപനങ്ങൾ. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പെൺകുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് ഇപ്പോൾ നമ്മുടെ SNEC എന്നൊരു സംവിധാനമുണ്ട്. SNEC എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ സംസ്ഥയുടെ കീഴിൽ 3-4 വർഷമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് നിരവധി വനിതാ വിദ്യാഭ്യാസ കോളേജുകൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വലിയ ഉയർന്ന തലങ്ങളിൽ പഠിക്കാൻ പിന്നെ ഭൗതിക രംഗത്തും അതോടൊപ്പം തന്നെ മതരംഗത്തും ഒരുപോലെ കഴിവുള്ള പ്രഗത്ഭരെ വാർത്തെടുക്കുന്ന വനിതാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SNEC എന്ന സംവിധാനത്തിന് കീഴിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ആ പഴകിപ്പൊളിച്ച ആരോപണം ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ശ്രീ മുസ്തഫ മുണ്ടപ്പാറ, നമ്മളിനി സംസ്ഥാനത്തെ വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മദ്യവ്യാപനത്തിന് വഴിയൊരുക്കുന്ന നടപടിയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ച വിഷയം. അത് സത്യമാണ്. ഇപ്പം UDFൻ്റെ തീരുമാനത്തിലേക്ക് നിലവിൽ ഈ വിഷയം വിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാക്കി വിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇതിൽ നിലവിൽ UDFിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ട്. അത് മാറുകയാണെങ്കിൽ ആ ഭിന്നതയൊക്കെ മാറി ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാം, ആ ഒരു തീരുമാനത്തിലേക്ക് UDF എത്തിച്ചേർന്നാൽ അതിനെ എങ്ങനെയാകും സമസ്ത സ്വീകരിക്കുക? എന്താവും നിലപാട്? UDF അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ സാധ്യത 1% പോലും കാണുന്നില്ല.
കാരണം UDF ആണ് ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തത്. പ്രത്യേകിച്ച് കേരളത്തിൽ മദ്യനിരോധനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും പരേതനായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ വലിയ മുന്നേറ്റം നടക്കുകയും ചെയ്ത ഇത് നമ്മുടെ മുമ്പിൽ ഓർമ്മയുണ്ടല്ലോ. ആ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം മദ്യം ഇവിടെ നടപ്പിലാക്കാൻ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിന് അതിന് വേണ്ട സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും അവർക്കത് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു പൊട്ടത്തരം ഈ സതീശൻ്റെ ഗവൺമെൻറ് ചെയ്താൽ അത് ഈ സർക്കാരിൻ്റെ അന്ത്യമായിരിക്കും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശക്തമായ സമരം ഉണ്ടാവും. അത് പിന്നെ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗം ആളുകളും. കാരണം കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഗുരുതരമായൊരു പ്രതിസന്ധിയാണ് ഈ ലഹരി. നമുക്കറിയാമല്ലോ, ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വലിയ പോരാട്ടം. നമ്മൾ അദ്ദേഹത്തെ എത്ര മുക്തകണ്ഠം പ്രശംസിച്ചാലും മതിയാകില്ല. കാരണം അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആകുന്നതിൻ്റെ തൊട്ട് മുമ്പേ അദ്ദേഹം ഒരുപാട് നീക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ ലഹരിക്കെതിരെയുള്ള തൂഫാൻ പരിപാടി നടത്തുകയും മറ്റൊരു ഭാഗത്ത് മദ്യം ഒഴുക്കുകയും ചെയ്യുന്ന വൈരുദ്ധ്യം, അതാണ് VM സുധീരൻ പറഞ്ഞത്. VM സുധീരൻ കർശനമായ നിലപാട് കാര്യത്തിൽ സ്വീകരിച്ചല്ലോ. അതായത് ഇത് നമ്മുടെ നാടിനെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ UDF മുന്നണി, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ മദ്യം വ്യാപിപ്പിക്കാനുള്ള തീരുമാനമെടുക്കാൻ 1% പോലും സാധ്യതയില്ല. അങ്ങനെ വല്ല തീരുമാനവും എടുത്താൽ അന്ന് ഈ പറഞ്ഞ കക്ഷികളുടെയൊക്കെ അന്ത്യമായിരിക്കുമെന്ന് തീർത്ത് നമുക്ക് പറയാൻ കഴിയും. കേരളം അത് അനുവദിക്കില്ല, നാട്ടുകാരത് അനുവദിക്കില്ല. കഴിഞ്ഞ കാലത്തിൽ അങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയപ്പോഴൊക്കെ ചെറുത്ത് നിന്നിട്ടുണ്ട്. ഇതിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇതിനെ വ്യാപിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിന് മുടന്തൻ ന്യായങ്ങളാണ് പറയുന്നത്. അതായത് ലഹരി അതായത് വീര്യം കുറഞ്ഞ ലഹരി ഉപയോഗിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് വരെ ന്യായങ്ങൾ പറയുന്നുണ്ട്. സത്യത്തിൽ ലഹരി കുറഞ്ഞതാവട്ടെ കൂടിയതാവട്ടെ എന്തായാലും നമ്മുടെ ചെറുപ്പക്കാർ അതിൻ്റെ പുറകെ പോകുന്ന സാഹചര്യം വരും. നികുതി കുറച്ചാൽ വരാൻ പോകുന്നത് കുറഞ്ഞ വിലക്ക് സാധനം കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികൾ അത് പോയി വാങ്ങുന്നൊരു സാഹചര്യം വരും. പൂർണ്ണമായി മദ്യനിരോധനം ഉണ്ടാക്കേണ്ടടുത്ത്, മദ്യം വർജിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത് സർക്കാർ ഈ ഒരു സമീപനം സ്വീകരിക്കുന്നത് വലിയ അബദ്ധമാണ്. വലിയ സമരമുഖം തുറക്കലായിരിക്കും അത് എന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. ശ്രീ മുസ്തഫ മുണ്ടപ്പാറ, അങ്ങേക്ക് പോകാൻ കുറച്ച് തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ഒരു വിഷയത്തിൽ കൂടി പ്രതികരണം തേടി ഞാൻ അങ്ങേ ഫ്രീ ആക്കും. ഇപ്പം ഈ നമ്മൾ മദ്യനയത്തെക്കുറിച്ച് പറഞ്ഞു, PM ശ്രീ വിഷയത്തിലും ഏറെക്കുറെ സമാനമാണ്. കാരണം ലീഗ് മന്ത്രിമാരടക്കം മുൻ നിലപാട് മാറ്റുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇടത് സർക്കാർ ചെയ്തതല്ലേ, അങ്ങനെ ഒരു നരേറ്റീവിൽ മുന്നോട്ട് പോകാനാണ് നിലവിൽ UDFന്റെ തീരുമാനമെന്ന് തോന്നുന്നു. എന്താണ് ഈ വിഷയത്തിൽ സമസ്തയ്ക്കുള്ള നിലപാട്? PM ശ്രീ അത് പൂർണ്ണമായും ദുരുദ്ദേശപരമായി കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമല്ല. ഇന്ന് അത് നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾക്ക് വഴി തുറക്കാനുള്ള നീക്കമാണ് UDF സർക്കാർ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ 10-30 1.5 മാസം മുമ്പേ ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളുകൾ ഇന്ന് അത് നടപ്പിലാക്കാൻ ശ്രമം നടത്തുമ്പോൾ അത് പൊതുസമൂഹം മനസ്സിലാക്കുന്നുണ്ട്, കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അധികാരത്തിന് വേണ്ടി ഒരു പ്രമുഖനായ ഒരു മന്ത്രി പറഞ്ഞത്, ഇപ്പോൾ ഭരണത്തിലാണുള്ളത്, പ്രതിപക്ഷം സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ കഴിയില്ല എന്നാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ് നേരെ ഉൾട്ടയായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. PM ശ്രീ എന്ന പദ്ധതി ഒരു നിലക്കും നമ്മുടെ കേരളത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ പാടില്ലാത്ത സംവിധാനമാണ്. അത് ആരാ നമ്മളെ പഠിപ്പിച്ചു തന്നത്? ഈ പറഞ്ഞ VD സതീശൻ ഉൾപ്പെടെയുള്ളവരാണ്, ഈ പറഞ്ഞ KM ഷാജി ഉൾപ്പെടെയുള്ളവരാണ് അത് അറബിക്കടലിൽ എഴുതിയുമെന്ന് പറഞ്ഞത്. ആ സാധനം രണ്ടാമത് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഭരണത്തിലേറിയാൽ എന്തും ചെയ്യാമെന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും വിമർശിക്കാമെന്നുമാണ് നിലപാടെങ്കിൽ നമുക്കറിയാമല്ലോ, പിണറായി വിജയനെ തൂത്തെറിഞ്ഞ സംസ്ഥാനമാണിത്. 2 തവണ അധികാരത്തിൽ വന്ന് 10 കൊല്ലം ഭരിച്ച സർക്കാരിനെ ഒന്നുമല്ലാത്ത വിധത്തിൽ തൂത്തെറിഞ്ഞ നമ്മുടെ കേരളമാണ്. ഇത് എല്ലാവർക്കും പാഠമാണ്. അതായത് ഈ മദ്യനിരോധനത്തിൻ്റെ വിഷയമാവട്ടെ, അതുപോലെ തന്നെ ഈ PM ശ്രീയുടെ വിഷയമാവട്ടെ, അങ്ങനെ കാര്യങ്ങളിലൊക്കെ പറഞ്ഞതിന് വിരുദ്ധമായൊരു സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ഇതിനെ എതിർത്ത ആളുകൾ ഇന്ന് അതിനെ അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ അതൊക്കെ പൊതുജന
പൊതുജനം വിലയിരുത്തുന്നുണ്ട്, പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. PM ശ്രീ ഒരു നിലക്കും നമ്മുടെ കേരളത്തിൽ നടപ്പിലാകുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിന് ഒപ്പിട്ടു, ഇടതുപക്ഷം ഒപ്പിട്ടു. ഇടതുപക്ഷം ചെയ്ത തെറ്റ് ആവർത്തിക്കാനാണോ UDF മദ്യനിരോധനത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എന്നും ധീരമായ നിലപാടെടുത്ത പ്രസ്ഥാനമാണ്. ആ ധീരമായ നിലപാടെടുത്ത പ്രസ്ഥാനം ഇന്ന് അത് അംഗീകരിക്കപ്പെടുന്ന പോലെ തന്നെ PM ശ്രീ പദ്ധതിയിലും പിന്നെ നമുക്കൊരു ഇവർക്ക് പറയാൻ പറ്റുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും കോൺഗ്രസ് ഈ പറഞ്ഞ PM ശ്രീക്കെതിരെ ശക്തമായ നിലപാടെടുത്തതല്ലേ VD സതീശന്, രൂക്ഷമായി വിമർശിച്ചിട്ടില്ലേ? അതൊക്കെ ഇന്ന് അതിൻ്റെ വീഡിയോകൾ വിഷ്വൽ ഇന്ന് സമൂഹത്തിൽ വളരെ സജീവമായി പ്രചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരെക്കുറിച്ചുള്ള മതിപ്പ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ PM ശ്രീ ഒരു നിലക്കും നടപ്പിലാക്കാൻ പാടില്ല. അത് പൂർണ്ണമായും സർക്കാർ അതിൽ നിന്ന് എന്ത് കിട്ടിയാലും ഏറ്റവും വലിയ രസകരം ഒരു കൊല്ലത്തേക്കുള്ളൊരു പദ്ധതിയാണ്. 2027 ഈ PM ശ്രീയുടെ കാലാവധി കഴിയുക. ഇങ്ങനെ സാഹസപ്പെട്ടുകൊണ്ട് പിടിച്ച് നടപ്പിലാക്കേണ്ട ഒരു കാര്യമല്ല അത്. സർക്കാരിനെ കുറിച്ചുള്ള ഇമേജ് നഷ്ടപ്പെടും. മന്ത്രി ഈ പറഞ്ഞ VD സതീശന് തന്നെ ഇമേജ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് സർക്കാർ അതിൽ നിന്നുകൊണ്ട് പൂർണ്ണമായും പിൻവാങ്ങണമെന്ന് തന്നെയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ വളരെയധികം നന്ദി ശ്രീ മുസ്തഫ മുണ്ടുപ്പാറ, അങ്ങ് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. പിന്നെ ഞങ്ങളുടെ ഒക്കെയും ആഗ്രഹം, അല്ലെങ്കിൽ ഈ സമൂഹം ആഗ്രഹിക്കുന്നത് സമസ്തയുടെ ഭിന്നിച്ചു നിൽക്കുന്ന സമസ്തയുടെ ലയനമാണ്. അത് ഈ 100ാം വർഷത്തിലേക്ക് അടുക്കുമ്പോൾ അത് സാധ്യമാകട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതും കൂടി കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ.